എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രഹസ്യത്തിൻ്റെ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. അടുത്ത ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്റർ, നിങ്ങൾക്കുള്ള രഹസ്യം എന്നാണ് പേര്. ഇതിൻ്റെ തുടക്കം തന്നെ ചില മഹത് വ്യക്തിത്വങ്ങളുടെ വാചകങ്ങളിലൂടെയാണ്. ഞാനത് ഓരോന്നായി വായിക്കാം. ആദ്യത്തേത് ഡോക്ടർ ജോൺ ഹെഗ്ലിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ചുറ്റും നോക്കുമ്പോൾ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ പോലും കാണുന്നത് ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ ഒരറ്റം കാണുന്നത് പോലെ യഥാർത്ഥത്തിൽ ഉള്ളതിൻ്റെ വളരെ ചെറിയ ഒരംശം മാത്രമാണ്. അടുത്തത് ബോബ് പ്രോക്ടറിൻ്റെ വാക്കുകളാണ്. ഒരു നിമിഷം ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിലേക്ക് നോക്കുക. ഖരമായ ഒരു വസ്തുവായാണ് കാണപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് ഖരമല്ല. മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. ചലനാത്മകമായ ഊർജകണങ്ങളുടെ കൂട്ടം നിങ്ങൾക്ക് കാണാം. അടുത്തത് ജോൺ അസറഫിൻ്റെ വാക്കുകളാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒരേ പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ കൈ ആയാലും സമുദ്രമായാലും ആകാശത്തിലെ നക്ഷത്രമായാലും ശരി. അടുത്തത് ഡോക്ടർ ബെൻ ജോൺസിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: എല്ലാം ഊർജമാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ അല്പം സഹായിക്കാം. പ്രപഞ്ചം, നക്ഷത്ര സമൂഹം, നമ്മുടെ ഭൂമി, അതിൽ വ്യക്തികൾ, അവരുടെ ശരീരത്തിനകത്തെ അവയവങ്ങൾ, കോശങ്ങൾ, തന്മാത്രകൾ, ആറ്റം, പിന്നെ ഊർജം. അങ്ങനെ കുറേയേറെ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ്. ഇനി അടുത്തത് റോണ്ടയുടെ വിവരണമാണ്. ഞാൻ ഈ രഹസ്യം കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി. ആധുനിക ശാസ്ത്രവും ഊർജതന്ത്രവും ഈ ജ്ഞാനത്തെ എത്രത്തോളം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയണം. ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു അറിവാണ് എനിക്ക് കിട്ടിയത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും ആവശ്യകരമായ കാര്യം ശാസ്ത്രത്തിൻ്റെ, വിശേഷിച്ചും ക്വാണ്ടം ഫിസിക്സിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചരിത്രത്തിലുടനീളം മഹാന്മാരായ ആചാര്യന്മാർ അറിഞ്ഞിരിക്കുന്നതും രഹസ്യം നമുക്ക് പഠിപ്പിച്ചു തന്നതുമായ കാര്യങ്ങളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നവയാണ് എന്നതാണ്. ഞാൻ സ്കൂളിൽ ശാസ്ത്രമോ ഊർജതന്ത്രമോ പഠിച്ചിട്ടില്ല. എങ്കിലും ക്വാണ്ടം ഫിസിക്സിൻ്റെ സങ്കീർണമായ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അവ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ക്വാണ്ടം ഫിസിക്സ് പഠനം ഊർജപരമായ ഒരു തലത്തിൽ രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ എനിക്ക് സഹായകമായി. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്